പാർത്ഥൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. 27 വർഷങ്ങൾക്ക് ശേഷം ഡൽഹിയിൽ വീണ്ടും BJP അധികാരത്തിൽ വരുമ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് ആളുകളുണ്ട്. ആ ഒരു വലിയ വിജയം നേടിക്കൊടുത്തതിന് പിന്നിൽ പല നേതാക്കളുണ്ട്. അതിലേറ്റവും സുപ്രധാനപ്പെട്ട ഒരു പേരാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ബുദ്ധിപരമായിട്ടുള്ള തന്ത്രങ്ങൾ BJP അധികാരത്തിൽ വീണ്ടും എത്തിപ്പിച്ചു 27 വർഷങ്ങൾക്ക് ശേഷം എന്നാണ് കേൾക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരൻ്റെ പല വിധത്തിലുള്ള തന്ത്രപ്രധാനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ജയത്തിലേക്ക് BJP കൊണ്ടെത്തിച്ചത് അതൊരു കാര്യം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, രാജീവ് ചന്ദ്രശേഖരൻ്റെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് കേരളമാണ്. വിവിധ തരത്തിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളിലൂടെ വ്യവസായങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ വലിയൊരു സ്വാധീനം സൃഷ്ടിക്കാനും കൂടി ചന്ദ്രശേഖർ ശ്രമിക്കുന്നുണ്ട്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവുകയാണല്ലോ. അപ്പം എങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ആ പേര് ഡൽഹിയിലെ BJPയെ വിജയത്തിലേക്ക് എത്തിച്ചത്? തീർച്ചയായിട്ടും ഗൗതം പറഞ്ഞതുപോലെ 27 വർഷങ്ങൾക്കിപ്പുറം ഡൽഹിയിൽ വെന്നിക്കൊടി പാറിച്ചിരിക്കുകയാണ് BJP. അവിടെ അധികാരത്തിലേക്ക് എത്തുന്നു. അവിടെ കേന്ദ്രത്തിലും BJP ആണ്. കാലങ്ങളായിട്ട് BJPക്ക് ഉണ്ടായിരുന്ന ഒരു പ്രശ്നം, ഡൽഹി BJP ഭരിച്ചുകൊണ്ടിരിക്കും. അതായത് ഇന്ത്യയുടെ തലസ്ഥാന നഗരം BJP ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള ആ സംസ്ഥാനം ഭരിക്കാൻ BJPക്ക് കഴിയുന്നില്ല എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിരുന്നു. അതിനെ മാറ്റിമറിച്ചത് കോൺഗ്രസിനേക്കാൾ ഉപരിയായിട്ട് ആം ആദ്മി പാർട്ടിയായിരുന്നു. പക്ഷേ വളരെ കൃത്യമായി ആം ആദ്മി പാർട്ടിയുടെ അഴിമതിയും അതുപോലെ തന്നെ അവരുടെ മുഖംമൂടിയും ഒക്കെ വലിച്ചു കീറാൻ നരേന്ദ്രമോദിക്കും അതുപോലെ തന്നെ അമിത്ഷായ്ക്കും അവിടുത്തെ BJP നേതാക്കന്മാർക്കും സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഈ വിജയം നമുക്ക് തരുന്ന സന്ദേശം, അല്ലെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ചാണക്യന്മാരെ കുറിച്ചുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നമ്മൾ ഇന്നലെയും ചർച്ച ചെയ്തു. RSS എത്രത്തോളമാണ് ഇതിൽ ഇറങ്ങിക്കളിച്ചത്, എത്രത്തോളം അതിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. 50,000-ലേറെ ചെറു കുടുംബയോഗങ്ങൾ നടത്തി RSSൻ്റെ പ്രവർത്തനങ്ങൾ വളരെ വിപുലീകരിച്ച് വികേന്ദ്രീകൃതമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് RSS മുന്നോട്ട് പോയതെന്ന് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ചർച്ച ചെയ്യേണ്ട ഒരു പേരാണ് ഗൗതം പറഞ്ഞതുപോലെ രാജീവ് ചന്ദ്രശേഖർ എന്നുള്ള പേര്. രാജീവ് ചന്ദ്രശേഖരൻ അവിടെ കൃത്യമായ ചുമതലകൾ ഉണ്ടായിരുന്നു. അവിടെ രാഷ്ട്രീയ തന്ത്രങ്ങൾ ഒരുക്കി ആം ആദ്മി പാർട്ടിയെ, അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിനെ, മനീഷ് സിസോദിയെ ഒക്കെ വീഴ്ത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാളായിരുന്നു. അവിടെ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നു എന്നുള്ളതാണ്. അതായത് ഈ പറയുന്ന ഹിന്ദു വോട്ട് ബെൽറ്റ് പിടിക്കാൻ വേണ്ടി, ഹിന്ദു ബെൽറ്റ് പിടിക്കാൻ വേണ്ടി ഈ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതായത് സീതയെ അപഹരിക്കാൻ വേണ്ടി രാവണൻ വിട്ട സ്വർണ്ണമാനിനെ പോലെയാണ് BJP എന്നൊരാരോപണം ഈ പറയുന്ന പുരാണങ്ങളെ അടക്കം പിടിച്ചുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ അവിടെ നടപ്പിലാക്കി, അവിടെ സംസാരിച്ചു. അതിനെ BJP എങ്ങനെയാണ് എതിർത്തത്? വളരെ കൃത്യമായി രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ അതിനെ അവലോകനം ചെയ്യുകയും BJPയോടുമായി ബന്ധപ്പെട്ടല്ല, BJPയോടുള്ള ശത്രുത മാത്രമല്ല ഇങ്ങനെയൊരു കാര്യം പറയാൻ ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാളിനെ പ്രേരിപ്പിച്ചതെന്നും, മറിച്ച് ഹിന്ദു വിരോധമാണെന്നും ഹിന്ദുക്കളെയും രാമായണത്തെയും തന്നെ അപമാനിക്കുകയാണ് ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാൾ ചെയ്തതെന്നുമായിരുന്നു രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിലുള്ള BJPയുടെ ആരോപണം എന്ന് പറയുന്നത്. അതിൽ പിടിച്ചു നിൽക്കാൻ ആർക്ക് സാധിച്ചിട്ടില്ല? ഈ പറയുന്ന ആം ആദ്മി പാർട്ടിക്ക് സാധിച്ചില്ല എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത്തേത്, അവിടെയുള്ള ഒരു യമുന, നമ്മുടെ ഹരിയാനയിലെ ഗവൺമെൻറ് യമുന നദിയിലേക്ക് വലിയ വിധത്തിലുള്ള വിഷം തള്ളുന്നു എന്ന ആരോപണം ഉയർത്തിക്കൊണ്ടുവന്ന ആം ആദ്മി പാർട്ടി, അതിലവർ പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് ഡൽഹിയിലെ ജനങ്ങളെ കൊല്ലാൻ കുടിവെള്ളത്തിൽ BJP വിഷം കലർത്തുന്നു എന്ന ഒരു നിരുത്തരവാദപരമായിട്ടുള്ള പ്രസ്താവന അവിടെ പറയുകയുണ്ടായി. അങ്ങനെ പറഞ്ഞപ്പോൾ അതും BJP എന്ത് ചെയ്തു? അതും തിരിച്ചടിച്ചു. അതായത് BJP ഇതിനെയും ഒരു ഗോളാക്കി മാറ്റി, സെൽഫ് ഗോൾ അടിപ്പിക്കാൻ ഇവരെ കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്. ആം ആദ്മി പാർട്ടി സെൽഫ് ഗോൾ അടിച്ചു എന്ന് വേണം നമുക്ക് അവരുടെ കരുതാൻ. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചതും ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖറാണ്. അദ്ദേഹം ചോദിച്ചു, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം പരാതി നൽകുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദിക്കുകയും ചെയ്തു, എവിടെയാണ്, എന്താണ്, നിങ്ങൾ ഏത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഒരക്ഷരം പോലും മറുപടി പറയാൻ സാധിക്കാത്ത രീതിയിലേക്ക് അരവിന്ദ് കെജ്രിവാൾ മാറി എന്നുള്ളതായിരുന്നു നമുക്കവിടെ പറയാൻ വേണ്ടി കഴിയുന്നത്. ഇങ്ങനെ ജനങ്ങളെ ഭിന്നിപ്പിക്കുകയാണ് ഡൽഹിയിൽ എന്ന് ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാളിനെ പറ്റി കൃത്യമായി ഒരു പ്രൊജക്റ്റ്, അല്ലെങ്കിൽ ഒരു പ്രൊജക്ഷൻ, അല്ലെങ്കിൽ ഒരു പിക്ചർ കൊടുക്കാൻ
ആർക്ക് കഴിഞ്ഞിട്ടുണ്ട്? BJP കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിലൊക്കെ പ്രവർത്തിച്ചത് ആരാണ്? രാജീവ് ചന്ദ്രശേഖരാണ്. അതുപോലെ ഈ ചേരികളിൽ ഇറങ്ങിക്കൊണ്ട് അവരുടെ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ചേരി നിവാസികളിലേക്ക് കുറച്ചും കൂടി അധികം ഇറങ്ങി അവരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കുക. അവിടെ BJP അതും ഹിന്ദുത്വം അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല പറഞ്ഞത്, ജനങ്ങളുടെ ബേസിക് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ് സംസാരിച്ചത്. അതിനൊക്കെ നേതൃത്വം കൊടുത്തതും ആ ക്യാമ്പയിനിങ്ങിന് നേതൃത്വം കൊടുത്തതും ഒക്കെ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ആ ഒരു ബുദ്ധിരാക്ഷസൻ അല്ലെങ്കിൽ ചാണക്യ തന്ത്രജ്ഞൻ, അങ്ങനെ തന്നെ നമുക്ക് പറയാം, അദ്ദേഹമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കർണാടകയുടെ മണ്ണിൽ നിന്ന് ഉഴുതുമറിച്ച് BJP പൊളിറ്റിക്സിലെത്തി കൃത്യമായി രാഷ്ട്രീയം പഠിച്ച രാജീവ് ചന്ദ്രശേഖർ എങ്ങനെയാണ് ഡൽഹിയിലെ ഈ ഒരു അട്ടിമറിക്ക് നേതൃത്വം കൊടുത്തത്? ആ അട്ടിമറിയോടുകൂടി രാജീവ് ചന്ദ്രശേഖർ കൂടുതൽ കരുത്തനായി മാറിയിരിക്കുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട BJP നേതാക്കന്മാർ, അതായത് കൗശലമുള്ള BJP നേതാക്കന്മാരുടെ പട്ടികയിലേക്ക് രാജീവ് ചന്ദ്രശേഖറും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തത്, ഗൗതം പറഞ്ഞതുപോലെ ഈ രാജീവ് ചന്ദ്രശേഖരാണ് നമ്മുടെ കേരളത്തിലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായി പരിഗണിക്കപ്പെടുന്നവരിൽ ഒരാൾ എന്ന് കേൾക്കുന്നുണ്ട്. സത്യസന്ധമായി പറയുകയാണെങ്കിൽ അന്ന് ആ സമയത്ത് പലരും ചോദിച്ചൊരു ചോദ്യമുണ്ട്, രാജീവ് ചന്ദ്രശേഖരൊക്കെ കേരളത്തിൽ വന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ, അറിയുമോ, ആളുകളെ അറിയുമോ, സംഘടനാപരമായ എന്തെങ്കിലും കാര്യം അറിയുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയല്ല യാഥാർത്ഥ്യമൊന്നും. സംഘടനയ്ക്കപ്പുറത്തേക്ക്, ആളുകളെ അറിയുന്നതിനപ്പുറത്തേക്ക് തിരഞ്ഞെടുപ്പ് മാനേജ്മെൻറ്റ്, പൊളിറ്റിക്കൽ മാനേജ്മെൻറ്റ് എന്താണെന്ന് അറിയുക എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനമെന്നും പ്രാധാന്യമുള്ളതെന്നും രാജീവ് ചന്ദ്രശേഖർ തെളിയിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇവിടെ അദ്ദേഹം കൃഷിയുമായി ബന്ധപ്പെട്ടും തിരുവനന്തപുരം ജില്ലയുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അടുത്ത ഒരു ലോക്സഭാ ഇലക്ഷനോടുകൂടി ഒരുപക്ഷെ തിരുവനന്തപുരത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന രീതിയിലേക്ക് അദ്ദേഹം പ്രവർത്തിക്കും എന്നുള്ളതാണ് നമുക്കിപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ. എന്തായാലും BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് രാജീവ് ചന്ദ്രശേഖർ വരികയാണെങ്കിൽ അത് കേരളത്തിലെ BJPയിൽ ഒരു സ്ട്രാറ്റജി മാറ്റം ഉറപ്പായിട്ടും ഉണ്ടാകും. അവിടെ പുതിയ ആളുകൾ വരും. അദ്ദേഹം കൃത്യമായി പഠിക്കും, എവിടെയാണ് പ്രശ്നം, എവിടെയാണ് അപാകത എന്നൊക്കെ കൃത്യമായി പഠിച്ച് മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതാണ് ഡൽഹിയിൽ ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ചതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. എന്തായാലും രാജീവ് ചന്ദ്രശേഖർ എന്ന പേര് കൂടെ BJPക്ക് ഒരു പൊൻപട്ടികയിൽ അല്ലെങ്കിൽ പൊൻ തൂവലാൽ അല്ലെങ്കിൽ എന്താ പറയുക, സ്വർണ്ണ ലിപികളാൽ എഴുതി വെക്കാം എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഈ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഗൗതമിൻ്റെ അഭിപ്രായം എന്താ? രാജീവ് ചന്ദ്രശേഖരൻ തീർച്ചയായിട്ടും ഈ ഒരു ഘട്ടത്തിൽ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. കാരണം ഡൽഹിയുടെ ഒരു വിജയത്തിലേക്ക്, BJPയുടെ വിജയത്തിലേക്ക് തന്ത്രം മെനഞ്ഞതിൽ സുപ്രധാനപ്പെട്ടൊരു നേതാവായി അദ്ദേഹം ഉയർന്നു കഴിഞ്ഞല്ലോ. പക്ഷെ നമ്മളെ മാധ്യമങ്ങളൊക്കെ മനഃപൂർവ്വം തന്നെ ആ പേരിനെ തിരസ്കരിക്കുന്ന ഒരു വല്ലാത്തൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്നത് അനവധിയായിട്ടുള്ള ക്വാളിഫിക്കേഷനുള്ള IT രംഗത്തൊക്കെ പ്രവർത്തിച്ച് മികവുള്ള ഒരു വലിയ എന്താണ് ഒരു ബുദ്ധിരാക്ഷസൻ തന്നെയാണ് യഥാർത്ഥത്തിൽ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ പോലുള്ളൊരു നേതാവിനെ കേരളത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി, കേരള രാഷ്ട്രീയത്തിലേക്ക് BJPയുടെ കുതിപ്പിനായിട്ട് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുകയാണെങ്കിൽ അത് വലിയ ഒരു അനസ്യൂതമായിട്ടുള്ളൊരു വിജയം BJPക്ക് തീർച്ചയായിട്ടും സംഭവിക്കാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് വിലയിരുത്തുവാൻ വേണ്ടി സാധിക്കുക. കാരണം ലോക്സഭയിൽ തിരുവനന്തപുരത്ത് നിന്ന് MP സ്ഥാനത്തിന് വേണ്ടിയിട്ട് മത്സരിച്ചെങ്കിലും, ശശി തരൂരിൻ്റെ എതിരായിട്ട് മത്സരിച്ചെങ്കിലും വലിയ രീതിയിലുള്ളൊരു വോട്ടാണ് രാജീവ് ചന്ദ്രശേഖർ യഥാർത്ഥത്തിൽ അവിടെ പിടിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പം അടുത്തൊരു ഘട്ടത്തിൽ തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് നിന്ന് രാജീവ് ചന്ദ്രശേഖരൻ തന്നെ BJP ടിക്കറ്റിൽ ഇറക്കുകയാണെങ്കിൽ ഉറപ്പാണ് ഒരു MP സ്ഥാനം തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് നിന്ന് BJPക്ക് ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുമുള്ള സംശയമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശശി തരൂർ ഇതിനോടകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു, ഇനി മത്സര രംഗത്തേക്ക് ഞാനില്ല എന്ന്. അപ്പം ഇനി മത്സര രംഗത്തേക്ക് മറ്റാരെങ്കിലും തിരുവനന്തപുരത്ത് നിന്ന് BJP ശശി തരൂരിന് പകരമായിട്ട് ഇറക്കുകയാണെങ്കിൽ തന്നെ അത് രാജീവ് ചന്ദ്രശേഖറിനോളം വലിപ്പത്തിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ട് കോൺഗ്രസിന് സാധിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സ്ഥാനം തിരുവനന്തപുരത്തെ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്നത്. ഒരു ഇങ്ങനെയാണല്ലോ തൃശ്ശൂർ എങ്ങനെയാണ് സുരേഷ് ഗോപി പിടിച്ചത് നമുക്കറിയാലോ. അവിടെ വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിലൂടെ ആ മണ്ഡലത്തെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള, ആദ്യം അദ്ദേഹം തോറ്റുപോയി, തൃശ്ശൂർ ഞാൻ എടുക്കുമെന്ന് പറഞ്ഞ സമയത്ത് തോറ്റുപോയി. പക്ഷെ എടുക്കുമെന്ന നിശ്ചയദാർഢ്യത്തിൽ അവിടെ തന്നെ നിന്നപ്പോൾ അത് എടുത്ത് കീശയിലാക്കുകയാണ് സുരേഷ് ഗോപി ചെയ്തത്. ഇതേ രീതി തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരൻ ഇനി അവിടെ തിരുവനന്തപുരത്ത് സ്വീകരിക്കാൻ വേണ്ടി പോകുന്നത്. അദ്ദേഹം അവിടെ തന്നെ മത്സരിക്കും, അവിടുന്ന് തന്നെ വിജയിച്ച് കയറുകയും ചെയ്യും. ഇത് മാത്രമല്ല, വലിയ രീതിയിലുള്ള സംസ്ഥാനത്ത് BJPയുടെ ഒരു സംഘടനാ നേതൃത്വത്തിലൊക്കെ വലിയ രീതിയിലുള്ള മാറ്റം സംഭവിക്കാൻ വേണ്ടി പോകുന്നു എന്ന വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തതാണ്.
തീർച്ചയായിട്ടും അവിടെ പല പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിലും ശോഭാ സുരേന്ദ്രൻ്റെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റു ചില നേതാക്കൾ MT രമേശിനെ പോലുള്ള നേതാക്കളുടെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട്. മുരളീധരൻ വരുമെന്ന് കേൾക്കുന്നു. മാത്രമല്ല അവിടെ രാജീവ് ചന്ദ്രശേഖരൻ്റെ പേരും കൂടി ഉയർന്നു കേൾക്കുന്നുണ്ട്. അപ്പം അതിനെത്രമാത്രം പ്രാധാന്യമുണ്ട് അദ്ദേഹം വരാനുള്ള സാധ്യതയ്ക്ക് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഡൽഹിയാണ്. കാരണം ഡൽഹിയിൽ ഈ തന്ത്രം മുഴുവൻ മെനഞ്ഞത് കാരണം RSSൻ്റെ ഒരു 100ാമത്തെ വർഷമാണിത്. അപ്പോൾ ഈ RSSൻ്റെ 100ാമത്തെ ഒരു വർഷം എന്ന് പറയുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട് വളരെ സൂക്ഷ്മമായിട്ടാണ് RSS പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ആളുകൾക്കിടയിലൂടെ വലിയ രീതിയിലുള്ള പ്രചരണം, RSSന് വലിയ പ്രചരണങ്ങളോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ സൂക്ഷ്മമായിട്ട് ആർക്കും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ അവരിവിടെ കൃത്യമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ രാജ്യം മുഴുവൻ കൈപ്പിടിയിലാക്കുവാൻ വേണ്ടിയിട്ട് BJPക്ക് സാധിക്കുകയും ചെയ്തത്. ഈ 100ാം വർഷം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു 30 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ 100ാം വർഷത്തിൽ എന്ത് ചെയ്യണമെന്ന് RSSൻ്റെ മനസ്സിൽ പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതിയാണ് യഥാർത്ഥത്തിൽ ഇവിടെ വർക്കൗട്ടായിരിക്കുന്നത്. 1 വർഷം മുമ്പോ 2 വർഷം മുമ്പോ എടുത്ത പദ്ധതിയില്ല. ഈ 100ാം വർഷത്തെ അവർ 30 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ടുണ്ട്. 100ാം വർഷത്തിൽ ഇന്നതായിരിക്കണം സംഭവിക്കേണ്ടത്. ഡൽഹി അവർ പിടിച്ചിരിക്കുന്നു. ഈ രാമജന്മഭൂമിയുടെ 1 വർഷം പൂർത്തിയാവുകയായിരുന്നു ജനുവരി 22-ന്. അപ്പോൾ ഇത്തരം രീതിയിലുള്ള വലിയ പ്ലാനുകളുമായിട്ടാണ് 100ാം വർഷത്തെ അവർ കണ്ടത്. ആ ദൗത്യങ്ങളൊക്കെ ഓരോന്നായിട്ട് അവർ നിറവേറ്റുകയാണ്. അതായത് 100ാം വർഷത്തെ വലിയ ആഘോഷമാക്കി ഒരു വലിയ സ്വപ്നതുല്യമാക്കി യഥാർത്ഥത്തിൽ മാറ്റിയിരിക്കുകയാണ് BJPയുടെ അടിവേര് എന്ന് പറയുന്ന RSS. അപ്പം തീർച്ചയായിട്ടും ഒരുപാട് ഘടകങ്ങൾ ഈ ഒരു വിജയത്തിലേക്ക് സഹായകരമായി മാറിയിട്ടുണ്ട്. അവിടെ രാജീവ് ചന്ദ്രശേഖരൻ്റെ പേര് കൂടി ഉയർന്നു കേൾക്കുമ്പോൾ കേരള BJPക്ക് അത് വലിയൊരു പ്രതീക്ഷ നൽകുന്നുണ്ട്. കാരണം കേന്ദ്ര നേതൃത്വത്തോട് കേരള BJPക്ക് ആവശ്യപ്പെടാം, രാജീവ് ചന്ദ്രശേഖരനെ കിട്ടാക്കനിയായിട്ട് BJPക്ക് നിലനിൽക്കുന്ന കേരളത്തെ ഒരു അധികാരത്തിന് വേണ്ടിയിട്ട് രാജീവ് ചന്ദ്രശേഖരനെ കൂടി ഒന്നിവിടെ പയറ്റണേ എന്ന് ആവശ്യപ്പെടാനുള്ളൊരു കാര്യമാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും.